സ്ക്രാച്ച് ബുക്ക് ഉണ്ടാക്കുമോ ചോദിച്ചിട്ട് കുറച്ചധികം റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഈ സ്ക്രാച്ച് ബുക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഷോർട്ടായിട്ട് തികയില്ല. രണ്ട് മെത്തേഡ് ഈസി ആയിട്ട് എങ്ങനെ സ്ക്രാച്ച് ബുക്ക് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. നേരെ നമുക്ക് ഫസ്റ്റ് മെത്തേഡിലേക്ക് പോവാം. ഫസ്റ്റ് മെത്തേഡ് നമ്മൾ ക്രയോൺസ് വെച്ചിട്ടാണ് ചെയ്യാൻ പോണത്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് A4 ഷീറ്റ് വേണം. A4 ഷീറ്റ് ഇല്ലെങ്കിൽ നോട്ട്ബുക്കിന്റെ പേജ് ആയാലും മതി. നോട്ട്ബുക്കിന്റെ പേജ് ഒരു 3 ഒക്കെ ഒന്നിച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പോൾ A4 ഷീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫെവിസ്റ്റിക് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, ഏറ്റവും നല്ലത് ഫെവിസ്റ്റിക് ആയിരിക്കും. എന്നെ പോലെ ഫെവിക്കോളാണ് എടുത്തതെങ്കിൽ ജസ്റ്റ് ഒന്ന് കയ്യിൽ തേച്ചിട്ട് ഷീറ്റിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ചുളു വരാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ക്രയോൺസ് എടുക്കണം. ക്രയോൺസിന്റെ ബാക്കിയൊക്കെ ദാ ഇങ്ങോട്ടേക്കാണ് പോയത്. എന്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്കാണെങ്കിൽ മനസ്സിലായി കാണും, നമ്മൾ പണ്ടൊരു റെയിൻബോ ക്യാൻഡിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതാണ് ഇത്. ഈ ക്രയോൺസിലെ ഓരോ കളറും ദാ ഇതുപോലെ ഓരോരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കണം. ഇങ്ങനെ അടിച്ചു കൊടുക്കുന്ന കാണുമ്പോൾ നല്ല രസമല്ലേ? പക്ഷെ നല്ല സമയം എടുത്തുള്ള പരിപാടിയാണ് ഇത്. കളറൊക്കെ അടിക്കാൻ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അതുപോലെ ബോറും അടിക്കില്ല, അടിപൊളിയായിരിക്കും. ഇതുപോലെ ഡിഫറെന്റ് കളർ ഡിഫറെന്റ് സ്ഥലത്തായിട്ടൊന്ന് അടിച്ചെടുക്കുക. അതായത് വൈറ്റ് കളർ നമ്മൾ ഒട്ടും കാണാൻ പാടില്ല. വൈറ്റ് കളർ കാണാത്തതാ ഇതുപോലെ ഓരോ കളറായിട്ട് അടിച്ചെടുക്കണം. നല്ല സമയം എടുത്തുള്ള പണിയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കളറൊക്കെ അടിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒട്ടും ബോറടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് ഇത് കുറച്ച് പാടായിട്ടാണ് തോന്നിയത്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ A4 ഷീറ്റ് ഒന്ന് മടക്കി ഒട്ടിച്ചു കൊടുക്കണം. ഇങ്ങനെ മടക്കി ഒട്ടിച്ചു കൊടുക്കുന്നത് എന്തിനാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അതായത് ഇത് സ്ക്രാച്ച് ബുക്ക് അല്ലേ, അപ്പൊ അത്യാവശ്യം നല്ല കട്ടി വേണം. കട്ടി ഇല്ല വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഫൈനൽ റിസൾട്ട് അത്ര വർക്കിംഗ് ആയിരിക്കില്ല. ഒരു 2 പേപ്പർ എക്സ്ട്രാ വേണമെന്നല്ലേ ഉള്ളൂ, അതിന് പ്രത്യേകിച്ച് വല്ല ചിലവൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഒരു 3 പേപ്പർ വെച്ച് ഒട്ടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഏറ്റവും നല്ലതല്ല, അതാണ് നല്ലത്. ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രയോൺസ് എല്ലാം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്യണം. മേലെയുള്ള പൊടിയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ബ്ലാക്ക് കളർ ക്രയോൺസ് ഒന്ന് ഇതിന്റെ മേലെ കൂടി അടിച്ചെടുക്കുക. ഫസ്റ്റ് ഇതിന്റെ മേലെ കൂടി അടിക്കുമ്പോൾ ഇതുപോലെ താഴെ അടിച്ച കളറൊക്കെ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ 3 ലെയർ ആയിട്ട് ബ്ലാക്ക് കളർ ഒന്ന് അടിച്ചു കൊടുക്കണം. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഈ ക്രയോൺസിന്റെ പെർഫോമൻസ് അത്രയ്ക്ക് പോരാത്തതുകൊണ്ടാണ് ഞാൻ 4 ലെയറാണ് ശരിക്കും അടിച്ചു കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഓയിൽ പേസ്റ്റ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ക്രയോൺസിന് പകരമായിട്ട് അത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കിട്ടും. ഈ ഒരു ബ്ലാക്ക് കളറും കൂടെ ലെയറായി അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് കഴിഞ്ഞു. ഇതാണ് ഫസ്റ്റ് മെത്തേഡിന്റെ ഫൈനൽ റിസൾട്ട്. ഇത് ഇനി വർക്കിംഗ് ആണോ അല്ലയോ നമുക്ക് ലാസ്റ്റ് നോക്കാം. അതിനുമ്പ് നേരെ സെക്കൻഡ് മെത്തേഡിലേക്ക് പോവാം. ഫസ്റ്റ് മെത്തേഡ് ക്രയോൺസ് വെച്ചിട്ടാണ് ചെയ്തതെങ്കിൽ സെക്കൻഡ് മെത്തേഡ് നമ്മൾ സ്കെച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ക്രയോൺസ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതേ മെത്തേഡ് തന്നെയാണ് ഈ സ്കെച്ച് പെൻ വെച്ചിട്ടും ചെയ്യുന്നത്. എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നി ഈ സ്കെച്ച് പെൻ വെച്ചിട്ട് ചെയ്യുന്നത് തന്നെയാണ്. നേരത്തെ നമ്മൾ ക്രയോൺസ് വെച്ചിട്ട് എങ്ങനെയാണോ A4 ഷീറ്റിൽ അടിച്ചു കൊടുത്തത് അതുപോലെ തന്നെ സ്കെച്ച് പെൻ വെച്ചിട്ടും ഇതുപോലെ ഓരോന്നായിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതിന്റെ മേലെ കൂടെ സെലോ ടാപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ ചെറിയ സെലോ ടാപ്പാണ് ഉള്ളതെങ്കിൽ അത് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. എന്റെ കയ്യിലുള്ളത് വലിയതാണ്, പിന്നെ ഇതും കൊണ്ട് ഒട്ടിച്ചാൽ പെട്ടെന്ന് പണിയും തീരുന്നുണ്ടാണ് ഞാൻ വലിയ സെലോ ടാപ്പ് എടുത്തത്. ഇനി ഇതുപോലെ നീറ്റായിട്ട് ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ വരുന്ന പീസൊക്കെ ഇതുപോലെ ഒന്ന് വെട്ടിക്കൊടുക്കുക. നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് മാർക്കറാണ് വേണ്ടത്. നമ്മൾ നേരത്തെ യൂസ് ചെയ്ത സ്കെച്ച് പെൻ വെച്ചിട്ട് ഇതിന്റെ മേലെ അടിക്കാൻ പറ്റത്തില്ല. കാരണം ഇതിന്റെ മേലെ നമ്മൾ സെലോ ടേപ്പ് ഒട്ടിച്ചു വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്കെച്ച് പെനയും കൊണ്ട് മേലെ കൂടെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വർക്ക് ആവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലാക്ക് കളർ മാർക്കർ തന്നെ വേണം. ഫസ്റ്റ് മെത്തേഡ് സെക്കൻഡ് മെത്തേഡ് ഉണ്ടാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് ഇത് വർക്കിംഗ് ആണോ എന്ന് നോക്കണ്ടേ. അതിനുവേണ്ടി ഒന്നില്ലെങ്കിൽ ഇതുപോലെ ടൂത്ത് പിക്കോ അല്ലെങ്കിൽ മഷി കഴിഞ്ഞ പേന എടുത്താലും മതി. ഫസ്റ്റ് നമുക്ക് ക്രയോൺസ് വെച്ച് ചെയ്ത സ്ക്രാച്ച് ബുക്ക് എങ്ങനെയുണ്ട് നോക്കാം. സംഭവം ഇത് വർക്കിംഗ് ആണ്, നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ എത്രത്തോളം വർക്കിംഗ് ആണെന്നുള്ളത്. നിങ്ങളുടെ കയ്യിൽ ക്രയോൺസ് ഉള്ളതെങ്കിൽ വേഗം പോയി ഉണ്ടാക്കി ക്രയോൺസ് വെച്ചിട്ടുള്ള സ്ക്രാച്ച് ബുക്ക് അടിപൊളിയാണ്. നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് മെത്തേഡ് ആയിട്ടുള്ള സ്കെച്ച് പെൻ ഉപയോഗിച്ച് ചെയ്തത് എങ്ങനെയാന്ന് നോക്കാം. സത്യം പറയാലോ ഗൈസ്, എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. സ്കെച്ച് പെൻ വെച്ചിട്ട് ചെയ്തതാണ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുള്ളത്. ക്രയോൺസ് വെച്ച് ഉണ്ടാക്കിയ സ്ക്രാച്ച് ബുക്കിൽ എഴുതിയപ്പോൾ എന്താ കളേഴ്സ് ഒന്നും അത്രയ്ക്ക് വിസിബിൾ ആയിരുന്നില്ല. പക്ഷെ ഇത് നോക്കിക്കേ എന്ത് അടിപൊളിയാന്ന്, കളേഴ്സ് ഒക്കെ വൻ വിസിബിൾ ആയിട്ടാണ് കാണുന്നത്. എനിക്ക് എന്തായാലും സ്കെച്ച് പെൻ വെച്ച് ഉണ്ടാക്കിയ സ്ക്രാച്ച് ബുക്കാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഉണ്ടാക്കാനും എളുപ്പമാണ്, അതുപോലെ തന്നെ ഇത് വർക്കിംഗ് നോക്കിക്കേ അടിപൊളിയല്ലേ. ഇനി നിങ്ങൾക്ക് ഇതിൽ ഏത് സ്ക്രാച്ച് ബുക്കാണ് ഇഷ്ടപ്പെട്ടതെന്നൊന്ന് പറയണേ. സ്കെച്ച് പെൻ വെച്ചിട്ടുള്ളതാണോ അതോ ക്രയോൺസ് വെച്ചിട്ടുള്ളതാണോ? ഇതിൽ ഏത് മെത്തേഡാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അതിലൊന്ന് ഉണ്ടാക്കിയും കൂടെ നോക്കണേ.